It's been about a month and 20 days, and we go around and play silly games. Now you say you slow it down, not right now. Then you wink at me and walk away. ये क्या किया मैं बेताब हो गया. Hold on, don't go. तेरे बिना मुझे नहीं जीना. क्या यही प्यार है? बन जाओ तुम मेरे सनम. कैसे हुआ दिल खो गया. बन जाओ तुम मेरे सनम. कैसे हुआ दिल खो गया. Marina was a double Saturday. You're acting like a diva, say you don't wanna play. It's gotta be a feisty style, raise that pride. I love the way you look at me that way. Now when you order a mojito at the bar, replaying a lip because it came up on the glass. The DJ play your favorite song all night long. Now you're beckoning for me to dance. ये क्या किया मैं बेताब हो गया. Hold on, don't go. तेरे बिना मुझे नहीं जीना. क्या यही प्यार है? बन जाओ तुम मेरे सनम. कैसे हुआ दिल खो गया. बन जाओ तुम मेरे सनम. कैसे हुआ दिल खो गया. ഇനി പറ മോന്റെ കൺട്രോള് പോയോ? അത് പറഞ്ഞിട്ട് ഇനി ബാക്കി കണ്ടിന്യൂ. എന്താണ് മുഖമൊക്കെ ചുവന്നിരിക്കുന്നു? ദേഷ്യം വരുന്നുണ്ടോ? അത് ശരി, ഇയാളല്ലേ പറഞ്ഞേ കൺട്രോള് പോയില്ലാന്ന്. എന്നിട്ടിപ്പോ ഇവിടെ ഇരുന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ ആരാ? ഇത്രയേ ഉള്ളൂ, ഒരു പെണ്ണ് വിചാരിച്ചാ മതി. നിങ്ങള് ആണുങ്ങൾക്കൊരു വിചാരമുണ്ട്, ആണുങ്ങൾക്ക് മാത്രമേ കൺട്രോൾ കളയാൻ പറ്റുള്ളൂ എന്ന്. ഇപ്പോഴോ? ഇപ്പൊ ഒരു പെണ്ണിനും ആണിനെ വരുതിയിൽ വരുത്താം. ഓക്കെ, നിന്നെ ഞാൻ എടുത്തോളാടി. നിനക്കുള്ളത് ഞാൻ തന്നിരിക്കും. ഓ അതിനെന്താ, ഞാൻ ഇവിടെ ഉണ്ടെന്നേ, എവിടെയും പോവില്ല. വെയിറ്റിംഗ് ആട്ടോ. അല്ല എങ്ങോട്ടേക്കാ? പോയോ? ആ പോട്ടെ. എന്റെ മോനെ എടുപ്പിച്ചായോ? ഇങ്ങ് വാ. ഇയാളെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ വരുതിക്ക് ഞാൻ വരുത്തും. ആ റെക്സി, നീ ആയിരുന്നു ഇവിടെ? എന്താ ഈ സമയം? കിടക്കാനായില്ലേ? സമയം ഒരുപാടായല്ലോ. ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഉറക്കം കിട്ടാതായപ്പോ ഇങ്ങ് പോന്നെയാ. ആ അതല്ലടാ, അവള് നീയാണ് അർജുൻ എന്നറിഞ്ഞപ്പോൾ റിയാക്ഷൻ എന്താ? എന്ത് പറയുന്നു? അവളെന്ത് പറയുന്നു? നിനക്ക് കേൾക്കണം. നമ്മള് വിചാരിച്ച പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ഇന്ന് നമ്മൾ അറിയിച്ചെന്നല്ലേ നമ്മള് കരുതിയേ, പക്ഷെ അതൊന്നുമല്ല സത്യം. പിന്നെ എന്താടാ കാര്യം? പിന്നെ എന്താ സംഭവിച്ചേ? നീ തിരിച്ചു പറ. ഇതിന്റെ ഇടയില് ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നോ? അവള് കൊള്ളാലോ, നമ്മള് വിചാരിച്ച പോലെയൊന്നും അല്ലല്ലേ. ഇനി എന്താ നിന്റെ പ്ലാൻ? എന്റെ പ്ലാൻ എന്ത് തന്നെ ആയാലും അവക്ക് ഇവിടെ നിന്നൊരു മോചനം ഞാൻ കൊടുക്കില്ല, അതുറപ്പാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ റെക്സി, നീ ഇപ്പോഴും അവളെ ലവ് ചെയ്യുന്നുണ്ടോ? എന്തു പറ്റി? നീ എന്താ ഒന്നും മിണ്ടാത്തെ? അതിനർത്ഥം നിനക്കിപ്പോഴും അവളോട് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ആ പഴയ സ്നേഹം കിടപ്പുണ്ട്, അതാണോ? അല്ലെങ്കിലും അവളെ വെറുക്കാൻ വേണ്ടി മാത്രം എന്നോടൊന്നും അവൾ ചെയ്തിട്ടില്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവളെ ഞാൻ പഴയ പോലെ സ്നേഹിക്കുന്നുണ്ട്. അതൊരിക്കലും പുറത്തോട്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ വന്നാ അത് ശരിയാവില്ല. അവളിപ്പോ എന്റെ ശത്രു. സോ എന്റെ ഉള്ളിലുള്ള ആ സ്നേഹം ഞാൻ കുഴിച്ചു മൂടിയേ പറ്റൂ. യെസ്, അത് പുറത്തോട്ട് വരില്ല. ഇല്ലടാ, എനിക്കൊരിക്കലും അവളെ സ്നേഹിക്കാൻ കഴിയില്ല. നിനക്കറിയാവുന്നതല്ലേ, അവളുടെ ഫാമിലി കാരണം നമ്മൾ എത്ര അനുഭവിച്ചെന്ന് എനിക്കൊരിക്കലും അത് മറക്കാൻ കഴിയില്ല.
അതിനുള്ളത് അവൾ അനുഭവിച്ചേ തീരൂ. ആ, അപ്പം നീ പറഞ്ഞു വരുന്നേ നിനക്ക് അവളോടൊരു ഫീലിങ്സും ഇല്ല അല്ലേ? എല്ലാം റിവഞ്ചാണ്. എനിക്ക് അവളോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ നിച്ചു കഴിഞ്ഞതൊക്കെ ആലോചിക്കുമ്പോഴാ ആരോടൊന്നുമില്ലാത്ത ദേഷ്യമാ നമ്മൾ അവളോട് തീർക്കുന്നത് അല്ലേ? എന്തായാലും നിന്റെ കൂടെ ഞാൻ എന്തിനും കാണും. അതെനിക്കറിയാലോ. നീയാ എൻ്റെ ധൈര്യം. അല്ലെങ്കിലും എപ്പോഴും കൂടെ നിൽക്കാൻ നീ മാത്രമേ ഇന്നേ വരെ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. എന്നാ നീ ചെല്ല്. സമയം ഒരുപാടായില്ലേ, പോയി കിടന്നു. ഞാനും ചെല്ലട്ടെ. ആടാ, നീ ചെല്ല. കുറച്ചു നേരം കൂടി ഞാനിവിടെ നിൽക്കട്ടെ. ചെല്ലടാ, നല്ല ക്ഷീണം കാണുന്ന എനിക്ക്. പോ. മമ്മി പ്ലീസ് ഒരു മിനിറ്റ്. അവസാനമായിട്ടാണേലും ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്റെ മമ്മിയെ. പ്ലീസ് മമ്മി, ഐ ലവ് യു സോ മച്ച്. മിസ് യു. ഇനി മമ്മി പോക്കോ. മമ്മിയുടെ പപ്പയുടെ നീല വെട്ടത് പോലും ഞാനിനി വരില്ല. പ്രോമിസ്. ബൈ. Once again, I love you, mommy. I love you so much. മോളെ, മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല എൻ്റെ മോൾ. അവളിപ്പോൾ എന്തെടുക്കാവും? ഞാൻ എന്തൊക്കെയോ എൻ്റെ മോളോട് പറഞ്ഞു. അവൾക്ക് ഒരുപാട് വിഷമായി കാണും. പക്ഷെ എനിക്കെന്ത് ചെയ്യാനാവും? ഇച്ചാനൊന്ന് വിളിച്ചാലോ? എല്ലാം ഒന്ന് പറഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടിയേക്കും. ഡെന്നി, കുറെ നേരമായല്ലോ, ഇങ്ങ് വന്നേ. കിടക്കണ്ടേ? എന്താ നീ പറയുന്നേ? എനിക്ക് ഈ അവസ്ഥയിൽ കിടന്ന ഉറക്കം വരത്തില്ല. നിനക്കറിയില്ലേ എൻ്റെ ചിന്നു, അവളുടെ അവസ്ഥ എന്തായോ എന്തോ. എഡ്വിൻ, അർജുൻ രണ്ടിൻ്റെ ഇടയിൽ പെട്ട് അവൾ എന്ത് തീരുമാനിച്ചോ, എന്താ അവിടെ നടന്നേ ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. അവൾക്കാണെങ്കിൽ വിളിച്ചിട്ട് കോള് പോകുന്നില്ല. എന്താ ചെയ്യാ? എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. എന്തായാലും നാളെ ആവട്ടെ, നീ ഇങ്ങനെ വിഷമിക്കണ്ട. ഒരു മിനിറ്റ്, ന്യൂസിലൊക്കെ വരാൻ ചാൻസ് ഇല്ലേ? സോ ആ TV ഒന്ന് ഓൺ ചെയ്താ കാണുമായിരിക്കും. ഒരു മിനിറ്റ്. അത് ശരിയാണല്ലോ, നീ വേഗം ഓൺ ചെയ്യേ. എന്തായോ എന്തോ, എന്തായാലും ന്യൂസിൽ കാണും, എനിക്കുറപ്പാ. ഹലോ ഇച്ചായ, കിടന്നായിരുന്നോ? ഇല്ല, നീ ഇതുവരെ കിടന്നില്ലേ? എന്താ ഈ സമയത്ത്? അത് ഇച്ചായ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അതാ ഇച്ചാനെ വിളിച്ച്. എന്തോ ഒരു അസ്വസ്ഥത. എന്താണ് ആനി? കാര്യമായിട്ട് എന്തോ നിന്നെ അലട്ടുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി. കാര്യം പറ. ശരിയാ, ഞാൻ പറയാം. ഇന്ന് ഞാൻ
നമ്മുടെ ചിന്നുവിനെ കണ്ടിരുന്നു. ഇച്ചായനെന്താ ഒന്നും മിണ്ടാത്തെ? നീ എങ്ങനെയാ അവളെ കണ്ടേ? ഇന്ന് ഞങ്ങൾ 3 പേര് പുറത്തോട്ട് പോയിരുന്നു. ഡെന്നി ഏതോ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്താ ഞങ്ങളെ കൊണ്ട് പോയെ. അവിടെ ചെന്നപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചിന്നുവിനെ കണ്ടു. അവൾ എന്നോട് ഒരുപാട് സംസാരിക്കാനൊക്കെ വന്നു. ഞാൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അവളോട് നിന്നെ. ഒരുപാട് കനപ്പിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അവസാനം അവരോട് 2 പേരോട് ദേഷ്യപ്പെട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോരാൻ നേരത്ത് അവളെന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അവളിനി നമ്മുടെ മുന്നിലൊന്നും ഒരിക്കലും ശല്യമായിട്ട് വരില്ല എന്നും പറഞ്ഞ് അവൾ പോയി. അപ്പോൾ തൊട്ട് തുടങ്ങിയതാ എൻ്റെ നെഞ്ചിനകത്ത് ഒരു ഭാരം. അറിയില്ല ചായ, എങ്ങനെയായാലും അവൾ നമ്മുടെ മോളല്ലേ. അവളോട് ഇങ്ങനെ വെറുപ്പ് കാണിച്ച് നടക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു അവള്. പക്ഷേ അതിലേറെ ഞാനിന്ന് വിഷമിച്ചു ചായ. എനിക്ക് കഴിയുന്നില്ല. അവളുടെ കരഞ്ഞ മുഖം ഇപ്പോഴും എൻ്റെ കൺമുന്നിൽ ഞാൻ കാണുന്നു. എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ് ചായ ഞാനിപ്പോൾ വിളിച്ചത്. എനിക്കറിയില്ല എൻ്റെ പൊന്നുമോള്, അവളെ വെറുക്കാനോ മറക്കാനോ എനിക്കൊണ്ടാവും തോന്നുന്നില്ല. ആനി, നീ വിഷമിക്കണ്ട, എനിക്ക് മനസ്സിലാവും. നീ ഒരു കാര്യം ചെയ്യും, അവളെ പോയി കണ്ട് സംസാരിക്ക്. പറഞ്ഞ പോലെ തന്നെ അവള് നമ്മുടെ മോളല്ലേ. അവളെ വെറുക്കാനും മറക്കാനും എനിക്കും കഴിയില്ല. പിന്നെ എല്ലാ അപ്പത്തൊരു ദേഷ്യത്തിൽ എന്തായാലും നീ എത്രയും പെട്ടെന്ന് അവളെ ചെന്നൊന്ന് കാണ്, ഒന്ന് സംസാരിക്ക് കേട്ടോ. സത്യമാണോ? ഇച്ചായന് ഒരു പ്രശ്നമല്ലേ? നമ്മുടെ മോളോട് ഇച്ചായൻ ക്ഷമിച്ചോ? ഞാൻ അവളെ പോയി കണ്ടോട്ടെ? അതേടി, എനിക്ക് എങ്ങനെയാ നമ്മുടെ മോളെ ഒഴിവാക്കാൻ പറ്റുക? എൻ്റെ മനസ്സിലും അവളെ എങ്ങനെയും ഇനി തിരികെ കൊണ്ടുവരണം തന്നെ ആയിരുന്നു. എന്തായാലും നീ ഒന്ന് ചെന്ന് കണ്ടേക്ക്. ഞാൻ എന്തായാലും ഇപ്പോഴൊന്നും അവളുടെ മുന്നിൽ വരില്ല. നമ്മളെ കുറച്ച് വിഷമിപ്പിച്ചതല്ലേ, കുറച്ച് കഴിയും എൻ്റെ ദേഷ്യം അടങ്ങണമെങ്കിൽ. നീ എന്തായാലും ചെന്ന് കാണണേ. എന്നാൽ ശരി, ഞാൻ വെക്കുക. ഒരുപാടായില്ലേ, നീ പോയി കിടന്നോ. ഇപ്പം സമാധാനമായില്ലേ? ഇനി എൻ്റെ ആനിക്കൊച്ച് സുഖമായിട്ട് കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ്. സത്യം, ഇപ്പോൾ ഒരുപാട് ആശ്വാസമുണ്ട്. എന്നാൽ ഇച്ചാനും ചെന്നോ, ഞാൻ കിടക്കുക. ഗുഡ് നൈറ്റ്. എനിക്കിപ്പോൾ നല്ല ഉറപ്പുണ്ട്, എൻ്റെ മോൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരും. കർത്താവായിട്ടാ ഇന്ന് ആനയെയും അവളെയും കണ്ടുമുട്ടിപ്പിച്ച്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മോളെ, പപ്പയുടെ അടുത്തെത്താൻ ഇനി നിനക്ക് അധിക കാലം കാത്തിരിക്കേണ്ടി വരില്ല. നിന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കും, അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കും. And we got some breaking news. Our king of Mumbai, our tiger Edwin, revealed his marriage. It was a surprise announcement, shocking all the relatives, friends and business partners present. Edwin's right hand Felix revealed why he arranged such a party. Edwin and his wife Pooja told the media that they were in love for 5 long years. More information about his wife has not been released. Now the world of Mumbai is in shock. എന്താണ് ഇന്നത്തെ ന്യൂസിലെ വിശേഷങ്ങൾ? ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ ഉണ്ടെന്ന് കേട്ടു. ഓ, എഡ്വിൻ അവൻ മാരീഡ് ആയി അല്ലേ? പെണ്ണ് കൊള്ളാലോ, നല്ല ഫിഗർ. നമുക്കെതിരെയുള്ള തുറുപ്പിച്ചിട്ടാണോ? അങ്ങനെയെങ്കിൽ അവനെ ഞാൻ കളി പഠിപ്പിക്കും. ശരിക്കറിയില്ല അവന് ഞാൻ ആരാണെന്ന്. എനിക്കറിയില്ല അവൻ എന്തിനുള്ള പണിയായതെന്ന്. എന്തായാലും നമുക്കെതിരെ കളിക്കാൻ തന്നെയാ അവന്റെ തീരുമാനമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. നമുക്കിനി യുദ്ധക്കളത്തിൽ നേരിടാം, അതല്ലേ അതിന്റെ ശരി. കൊറേയൊക്കെ പറഞ്ഞിട്ടെന്താ, ഇനി പ്രവർത്തിക്കലും മാത്രം. ഇതുവരെ കണ്ട തീക്കിരി ശത്രുക്കളൊന്നുമല്ല അവൻ കാണാനിരിക്കുന്ന യഥാർത്ഥ ശത്രു.
അത് ഞാനാ. കാണിച്ചു കൊടുക്കാം. അവൻ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പലതും കാണാനിരിക്കുന്നതേ ഉള്ളൂ മിസ്റ്റർ എഡ്വിൻ. അവസാനായിട്ട് ഒരു തവണ കൂടി ഒന്ന് വാൺ ചെയ്തേക്ക്. ജയ, ആ ബേബി ഗേൾ, നീ ഇതുവരെ കിടന്നില്ലേ? സമയം ഒരുപാടായല്ലോ. എന്താ കിടക്കാന്? ആഹാ, അത് കൊള്ളാലോ. നിങ്ങളില്ലാണ്ട് ഞാൻ എപ്പോഴേലും കിടന്നിട്ടുണ്ടോ? ഇന്ന് വന്ന് എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. Wow, really? Then come on, baby. ഇതിപ്പോ ഒന്ന് കിടന്നു. കൊള്ളാം, കിടക്കുന്ന കണ്ടില്ലേ? എന്താ പാവം. ഉണർന്നാലോ തനി കടുവയ, പേര് പോലെ തന്നെ ടൈഗർ. എന്തായാലും ഫ്രഷ് ആവാം. അത് ശരി, ഇത്ര നേരമായിട്ടും ഇങ്ങനെ എണീറ്റില്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അങ്ങനെ കള്ളക്കടവ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ്ട. പൂച്ച, എന്ത് ഇത്? അതടച്ചേ, എനിക്ക് കിടന്ന് ഉറങ്ങണോ? പിന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങണ്ട. ഹായ്, ഗുഡ് മോർണിംഗ്. എന്താ ഉറക്ക? എണീറ്റ്. ടൈം എത്രയെന്ന് അറിയോ? ഇവളിത് എങ്ങോട്ടാ കെട്ടിയൊരുങ്ങി പോകുന്നേ? അങ്ങനെ നിന്നെ ഞാൻ വീട്ടിലടി. ഹേയ്, താൻ എങ്ങോട്ടേക്കായി പോകുന്നേ? ആ, അത് എനിക്കൊരിടം വരെ പോകേണ്ട ആവശ്യമുണ്ട്. എന്നാ ഞാൻ പോയി ചേരാവേ. മോ അവിടെ കിടന്നെ ഉറങ്ങിക്കോ. ബൈ. അതെ, നോക്കി കഴിഞ്ഞ എങ്കി എന്നൊന്ന് വിട്ടാ പോവായിരുന്നു. അല്ല പിന്നെ കുറെ നേരാലോ, ഒന്ന് വിട്ടേ. നിന്നെ വിടുന്ന പ്രശ്നമില്ല. നീ എങ്ങോട്ടേക്കാ ഈ രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി പോകുന്നേ? അത് പറഞ്ഞിട്ട് പോയാ മതി. എന്ത് കഷ്ടാ, പറഞ്ഞാലേ വിടത്തുള്ളൂ. എന്നാ കേട്ടോ, ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോവാ, അത്ര തന്നെ. ഇനി ഇപ്പൊ കൂടെ ഒന്ന് വിടുവോ? ഏത് ഫ്രണ്ട്? ഈ മുംബൈയിലെവിടെ നിനക്ക് ഫ്രണ്ട്? അതൊക്കെ പോട്ടെ, ഫ്രണ്ടിനെന്താ പേരും ഊരൊന്നും ഇല്ലേ? പറയടി. എന്റെ ഈശോയെ, എന്തൊക്കെ സഹിക്കണം. റോയിയാണെന്ന് പറയണ്ട. ഒന്നാമത് റോയെ ഇന്നലെ അങ്ങ് വിട്ടിട്ടുള്ളൂ, വീണ്ടും പോയി കെട്ടിടും. അതുകൊണ്ട് അവനാണെന്ന് പറയണ്ട. എന്താ ചെയ്യാ? യെസ്, ഐഡിയ. അത് ഞാൻ ഡെന്നിയെയും നീനുവിനെയും കാണാൻ പോവാ. അവരെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു, അതാ. എന്താടി ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? ഡെന്നിയാണെങ്കി അതങ്ങ് പറഞ്ഞാ പോരെ. എന്തോ ഒന്നുണ്ട്. തൽക്കാലത്തിന് നീ ഇവിടുന്ന് എങ്ങും പോകുന്നില്ല കേട്ടോ. ഇവിടെ ഇരിക്കും. പറ്റില്ല, എനിക്ക് പോവണം. ഞാൻ അവരോട് വരാന്ന് പറഞ്ഞതാ. മാറിന്നേ. നിന്നോടല്ലടി പോവാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഇങ്ങോട്ട് വാടി. അടങ്ങി നിക്കാൻ. അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് ഇവിടുന്ന് പോവാന്ന് നീ വിചാരിച്ചോ? പറ്റില്ല. അടങ്ങി നിക്കാൻ. അടങ്ങി നിക്ക.
എന്റെ പൊന്നു എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ ഇഷ്ടത്തിന് വിടാനല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്റെ ഈശോയെ, ഇയാള് കുറെ നേരാലോ എന്നെ നോക്കാൻ തുടങ്ങിയിട്ട്. ഇന്നെങ്ങാനും നോക്കി തീരോ? ഈ നോട്ടം ശരിയല്ല. എങ്ങോട്ടേക്കായി പോക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പൊന്നു മോനെ, നിന്റെ കളിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഇങ്ങോട്ടേക്ക് വാ, ശരിയാക്കി തരാം. അയ്യടാ, ഇനി എങ്ങനെ കിട്ടും? നിന്റെ കളിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല മോനെ. ഓഹോ, അങ്ങനെയാണോ? അതെ, നിനക്ക് പോകണ്ടേ? സമയം ഒരുപാടായി. ഇങ്ങോട്ട് തിരിഞ്ഞ് നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ മതി. അതെ, എനിക്ക് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ തന്റെ സമ്മതമൊന്നും വേണ്ട. വേണമെന്ന് വിചാരിച്ച എനിക്ക് പോവാനറിയാം കേട്ടോ. എന്നാ മോൾക്ക് തെറ്റി. എന്റെ സമ്മതല്ലാണ്ട് നിനക്ക് ഇവിടുന്ന് ഒരടി അനങ്ങാൻ പോലും പറ്റില്ല മോളെ. ഇത് എന്റെ വീടാ, എന്റെ സാമ്രാജ്യം. അവിടുന്ന് നിന്റെ ഇഷ്ടത്തിന് നടക്കാന്ന് കരുതിയോ? ഒരിക്കലും പറ്റില്ല. തന്റെ ഒരു കളിയും ഇവിടെ ചെലവാകത്തില്ല. ഞാൻ തന്റെ സ്നേഹനിധിയായ ഭാര്യയാ, കേട്ടോടാ മോനെ. എന്തോ പറ്റി എന്റെ സ്നേഹനിധിയായ ഭാര്യക്ക്? പ്രതീക്ഷിക്കാത്തതെന്തോ കിട്ടിയ മട്ടുണ്ടല്ലോ. എന്തായാലും കിട്ടിയത് കണ്ട് നെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. തനിക്ക് ഞാൻ തരാടോ. താൻ ആരാന്ന് വിചാരം? ശരിയാക്കി തരാം. എന്താ പറഞ്ഞ? നെട്ടിപ്പോയെന്നോ? പിന്നെ വല്ലാണ്ടങ്ങ് നെട്ടിപ്പോയിട്ടോ. എപ്പോഴെപ്പോഴും കിട്ടുമ്പോ ആരും നെട്ടാറൊന്നുമില്ല. താൻ നെട്ടോ? വല്ലപ്പോഴും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ സ്വാഭാവികമായിട്ട് നെട്ടും. എങ്ങനെയാണെന്നറിയോ? കാണിച്ചു തരട്ടെ. ഇങ്ങനെ നോക്കിയേ, ഇപ്പൊ ആരാ ശരിക്കും നെട്ടിയേ? അതാ ഞാൻ പറഞ്ഞേ. പിന്നെ മതി നോക്കിയത്. എന്തായാലും തൻ്റെത് അത്ര നല്ല ശീലമൊന്നുമല്ല. ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് ആളെ പോയി കിസടിക്കാൻ പാടുണ്ടോ? ഇഷ്ടമല്ലാത്ത ആളൊന്നും നമ്മള് തൊട്ട് പോലും നോക്കില്ല. ഇതങ്ങനെയല്ലല്ലോ. ഇഷ്ടമല്ലാന്ന് പറയും ചെയ്യും. പിന്നെ എനിക്കറിയാം തനിക്കൊട്ടും കൺട്രോളില്ല, പ്രത്യേകിച്ച് എന്റെ ലിപ്പ് കാണുമ്പോ അല്ലേ? സാരല്ലാട്ടോ, ഇനി മുതല് ഞാൻ വന്ന് കിസ് അടിച്ചോളാം. സീനില്ലെന്നേ. എനിക്ക് പിന്നെ ഇഷ്ടം കൊണ്ടല്ലേ, എന്റെ ജീവനല്ലേ ഈ നിൽക്കുന്നേ. അപ്പോ ഞാൻ എന്ത് ചെയ്താലും അതങ്ങനെ മോശമായി വരില്ല. അങ്ങനെയാണോ താൻ ചെയ്യുന്നേ? സോ ഇനിയെങ്കിലും പറയുന്ന വാക്കും പ്രവൃത്തിയും ഒന്ന് സൂക്ഷിക്കണേ. അല്ലെങ്കിൽ പിന്നെ ഈ ടൈഗർ എന്ന് പറഞ്ഞു നടക്കുന്നതിൽ ഒരു കാര്യമില്ല. അതുകൊണ്ടാ. എന്നാ ശരി ടൈഗറെ, കിട്ടിയതിന്റെ ഷോക്ക് മാറുന്നതിന് മുന്നേ ഞാൻ എനിക്ക് കാണാനുള്ളവരെ കണ്ടിട്ട് വരാട്ടോ.
ഓക്കെ ബൈ. പിന്നെ ഐ ലവ് യു. How dare ചിന്നു, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്ത് നീ പോയെ? എന്റെ വാക്ക് ധിക്കരിച്ച് നീ പോയി അല്ലേ? കാണിച്ച് തരാവടി. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നീ പറഞ്ഞത് ശരിയാ. എന്റെ മുന്നിലുള്ളത് ഇപ്പൊ ആ പഴയ ചിന്നുവാ, ആ വായാടി, ആ തന്റേടി. എന്നാ നിന്റെ തന്റേടി തരാൻ ഞാൻ മാറ്റിത്തരാം. നിന്റെ മുന്നിലുള്ളത് ആ പഴയ അർജുനല്ല. അത് നീ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. എപ്പോഴൊക്കെ സത്യമായിട്ടും നീ പറഞ്ഞ പോലെ നിന്റെ മുന്നിൽ ഞാൻ കൺട്രോൾ തെറ്റിപ്പോന്നു. അതൊക്കെ അടക്കി വെക്കാൻ എനിക്കിനി കഴിയും. കാണേണ്ടവരൊക്കെ നീ കണ്ടേച്ചു വാ. എന്നും കൂടി നീ കാണും. ഇനി നീ ആരൊക്കെ കാണുമെന്ന് ഞാൻ തീരുമാനിക്കും. നീ ഇങ്ങ് വാ, കാണിച്ചു തരാവിടെ. ഈ ടൈഗർ ആരാണെന്ന് നീ ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്താടാ റോയ് നിനക്ക് സീരിയസ് ആയിട്ട് പറയാനുള്ള? അർജുന്റെ പാസ്റ്റ് അല്ലേ, പറയ്. ആ ചിന്നു, നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ലടാ കാര്യങ്ങള്. അവൻ്റെ കാര്യങ്ങളൊക്കെ എടാ ഞാൻ എങ്ങനെയാ പറയാ? കേട്ടതൊക്കെ സത്യമാണോന്ന് എനിക്കറിയില്ല. എന്നെ ടെൻഷൻ ആക്കാണ്ട് കാര്യം പറയ് റോയ്. ഒരു കാര്യം, അവൻ എന്തായാലും പഴയ ആളല്ല, സൂക്ഷിക്കണം. പിന്നെ അവൻ നോ, ഇല്ല, നീ അത് ചെയ്യില്ല. എനിക്ക് മനസ്സിലായതാ, നിനക്കതിന് കഴിയില്ല മോനെ. അങ്ങനെയെങ്കിൽ ഇത്രയും ദിവസം അവൾ നിന്റെ കൂടെ ഉണ്ടായിട്ട് നീ ഒന്നും ചെയ്തില്ലല്ലോ. എനിക്കറിയാം നിനക്ക് അവളെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല. അവളെ ആരാന്ന് നിനക്ക് ശരിക്കും അറിയാത്തോണ്ടാ. അങ്ങനെയൊന്നും ആരുടെ മുന്നിലും വഴങ്ങുന്നവളല്ല. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? പൂജ മാത്യു, അവളെ നിനക്ക് ശരിക്കറിയില്ല. ആരുടെ മുന്നിലും അവൾ വഴങ്ങില്ലായിരിക്കും, പക്ഷെ എനിക്ക് മുന്നിൽ അവൾ എപ്പോഴോ വഴങ്ങിയതാ. നിനക്കറിയാത്ത ഒരു റിലേഷൻ ഞങ്ങൾ തമ്മിലുണ്ട്. നീ അന്വേഷിക്ക്. അപ്പോഴേക്ക് നിന്റെ അഹങ്കാരം ഞാൻ തീർത്തു തന്നിരിക്കും. അവളെ വേദനിപ്പിച്ചാലല്ലേ നിനക്ക് നോവും. അങ്ങനെയെങ്കിൽ നീ വേദനിക്കാൻ റെഡി ആയിക്കോ. ഗുഡ് ബൈ. ഇനി എന്നെ വിളിച്ചു പോകരുത്. ഓരോ ന്യൂസും നീ അറിയും. അത് ഞാൻ അറിയിച്ചിരിക്കും. കേട്ടടാ? പൂജ മാത്യു, ഇവിടെ വാ. നിനക്കറിയില്ല, അവനും അറിയില്ല. കാണിച്ചു തരാം ഞാൻ ആരാണ്. എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. ഇങ്ങോട്ട് വാടി. മിണ്ടരുത്, വരാനാ പറഞ്ഞേ.